തിരുവനന്തപുരത്തെ തീരശോഷണത്തിന് കാരണം വിഴിഞ്ഞം തുറമുഖമല്ല എന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തുണ്ടാകുന്നത് സ്വാഭാവിക തീരശോഷണമാണെന്നും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ലത്തീൻ അതിരൂപതയുടെ വാദം തള്ളിയ 4 സമിതി നാളെ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം സമരം ഒത്തുതീർത്തതിന്റെ ഭാഗമായാണ് തീരശോഷണം പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. തിരുവനന്തപുരത്തുണ്ടാകുന്ന രൂക്ഷമായ കടലാക്രമണങ്ങൾക്ക് കാരണം തുറമുഖ നിർമ്മാണമാണ് എന്നായിരുന്നു ലത്തീൻ അതിരൂപതയുടെ വാദം. 100 ദിവസത്തിലധികം നീണ്ടുനിന്ന വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യവും തീരശോഷണമായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ തള്ളുന്നതാണ് ഡോക്ടർ MD കൂടാലെ അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. തുറമുഖ നിർമ്മാണം തീരശോഷണത്തെ ബാധിക്കുന്നില്ല എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി. തിരുവനന്തപുരത്തേത് സ്വാഭാവിക തീരശോഷണമാണ്. തുറമുഖ നിർമ്മാണത്തിന് മുൻപും കടലാക്രമണമുണ്ടെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. നാളെ തുറമുഖ മന്ത്രി VN വാസവന് സമിതി റിപ്പോർട്ട് കൈമാറും. വിദഗ്ധ സമിതിയിൽ ലത്തീൻ അതിരൂപത പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ നേരത്തെ നിരാകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ലത്തീൻ സഭ അംഗീകരിക്കാനിടയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.